Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Krishna, Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Hare Hare, Hare Ram, Ram Ram, Hare. Jai Prabhu Bada, Jaya Prabhu Bada, Jaya Prabhu Bada, Jaya Prabhu Bada, Jaya Guru Deva, Jaya Guru Deva, Jaya Guru Deva, Jaya Guru Deva, Jai Gaura Hari Bol, Hari Bol. Hari Bol, Nitai Gaura, Hari Bol. नमो विष्णुपदाय कृष्णप्रष्टाय भूतले श्रीमते जयपताकस्वामिन्निधि नामिने नमाचार्यपदाय निधाय कृपाप्रदायिने गौरगदाधामजय नगरग्रामधारिणे नमो विष्णुपदाय कृष्णप्रष्टाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणी निर्विशेषा शून्यवादी पाश्चात्य देशधारिणी नमो महावदन्याय कृष्णप्रेम प्रदायिने कृष्णाय कृष्णचैतन्य नाम्ने गौरधीशे नमो नमः नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय जगदाय कृष्णाय गोविन्दाय नमो नमः मुखं करोति वाच अङ्गुल्यं भेदे गिरिं यत्कृपातमहं श्रीगुरुं दीनदारिणं वन्दे परमानन्दमाधवम् ॐ अज्ञानतिमिरान्धस्य ज्ञानज्ञनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदरे नष्टप्रायेषु भद्रेषु नित्यं भागवतसेव्या उत्तमश्लोके भक्तिर्भगवति नश्यति जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम
നമ്മുടെ ഇന്നത്തെ ശ്ലോകം 3-ാം അധ്യായം കർമ്മയോഗം 3-ാമത്തെ ശ്ലോകമാണ്. ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, അനഘ, ഹേ പാപരഹിത, അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, സാംഖ്യാനാം, സാംഖ്യന്മാരുടെ, ജ്ഞാനയോഗേന, ജ്ഞാനയോഗമനുസരിച്ചും, യോഗിനാം, ഭക്തന്മാരുടെ, കർമ്മയോഗേന, ഭക്തിയുക്ത കർമ്മയോഗമനുസരിച്ചും, ദ്വിവിധ, 2 വിധത്തിലുള്ള നിഷ്ഠ, വിശ്വാസം, മയ, എന്നാൽ, പുര, പണ്ട്, പ്രോക്ത, പറയപ്പെട്ടിട്ടുണ്ട്. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുവോ? ഞാൻ വായിക്കാം പ്രഭുജി. വായിക്കും. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹരേ കൃഷ്ണ. ഒരു സെക്കൻഡ് മാതായി, അതിന്റെ അർത്ഥം ഞാനൊന്ന് വായിക്കാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാന മാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തി പുരസരം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. ഈ ഭാവാർത്ഥം വായിച്ചുള്ളതായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാതായി. ഭാവാർത്ഥം വായിക്കാം മാതാജി. പറയുന്നത് കേൾക്കാമോ? ഭാവാർത്ഥം വായിക്കുമോ ആരെങ്കിലും? ഞാൻ വായിക്കാൻ പറഞ്ഞു. ഓ ശ്രീ ഭഗവാൻ പറഞ്ഞു, അതല്ലേ, ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിനിളകാൻ കഴിയില്ല. സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം. കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി, 3-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. അതിന്റെ ഭാവാർത്ഥാണ് വായിക്കേണ്ടത്. 3-ാം അധ്യായം 3-ാം ശ്ലോകം. രണ്ടാധ്യായത്തിൽ 29-ാം ശ്ലോകത്തിൽ 2 വിധ യോഗങ്ങളെ പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെ പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നു.
സാഖ്യയോഗം അഥവാ ജീവന്റെയും ജഡപദാർത്ഥത്തിന്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്ത് പഠിക്കലാണ് ഊഹാഭോഗങ്ങളിലൂടെയും ഗവേഷണത്തിലൂടെയും തത്വജ്ഞാനം നേടാൻ ഉദ്ദേശിക്കുന്നവരുടെ വഴി. മറ്റേ കൂട്ടരുടേത് 61 ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും. ബുദ്ധിയോഗം എന്ന കൃഷ്ണാവബോധത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവുമെന്ന് മാത്രമല്ല ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നും കൂടി 39 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയോഗം എന്നാൽ പരമ്പൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും 61 ശ്ലോകത്തിൽ നിന്ന് സ്പഷ്ടമാവുന്നുണ്ട്. അപ്പോൾ മതവും തത്വശാസ്ത്രവും എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ഈ രണ്ട് യോഗങ്ങളും. തത്വശാസ്ത്രം ഇല്ലെങ്കിൽ മതം വെറും വികാര ആവേശമാവും. ചിലപ്പോൾ മതമില്ലാത്ത തത്വശാസ്ത്രം മാനസികമായ ഊഹക്കച്ചവടമായി കലാശിക്കും. നിർവ്യാജമായി നിരപേക്ഷ തത്വ അന്വേഷണം തുടരുന്ന തത്വചിന്തകൾ ഒടുവിൽ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജീവന് കൃഷ്ണനുമായുള്ള ബന്ധമെന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു. എല്ലാ പ്രക്രിയയും തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴിക്ക് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുമ്പോൾ നേർവഴി കൃഷ്ണാവബോധം സംബന്ധിച്ച എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല. കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഭക്തിപൂർവകമായ സേവനത്തിന്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് പ്രയാസരഹിതവും അതേസമയം ശ്രേഷ്ഠവും ആകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ ഇവിടെ 61 2-ാം അധ്യായത്തിലെ 61 ശ്ലോകത്തെ പറ്റി ഭഗവാൻ ഇവിടെ പറയുന്നു. 61 ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവനാണ്. അതുപോലെ തന്നെ 39-ാമത്തെ ശ്ലോകം പറയുന്നു. 39-ാമത്തെ ശ്ലോകത്തില് ഇന്ദ്രിയങ്ങളെ ഫലാസക്തിയില്ലാത്ത കർമ്മബന്ധനങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമ്മൾ കർമ്മബന്ധനങ്ങളിൽ നിന്ന് അത് മുക്തരാകുന്നതാണ് പറയുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ശരിക്കും കൃഷ്ണാബോധത്തിന്റെ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഊഹാപോഹം നടത്തുന്നവരും മറ്റു ചിന്തകളിലൂടെയൊക്കെ ഭക്തിയിലൂടെ പോകുന്ന ആൾക്കാരുടെ ഒക്കെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിഷ്ഠേനെ പറ്റി ഇവിടെ പറയുന്നു. അതായത് വിശ്വാസം, അതാ നിഷ്ഠ. രണ്ടു വിധത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഇരട്ട വിഭാഗം എന്നും നമുക്ക് വേണേൽ അതിനെ നമുക്ക് പറയാം. അതിലൊന്നാണ് ജ്ഞാനയോഗത്തിന്റെ പാതയും അതുപോലെ തന്നെ കർമ്മയോഗത്തിന്റെ ഒരു പാതയും. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ അറിവിന്റെ ആ ഒരു പാതയാണ്. കർമ്മയോഗം എന്ന് പറയുമ്പം വളരെ സംശുദ്ധമായ ആ ഭക്തിയോടുകൂടി നീങ്ങുന്ന ആ ഒരു പാതയാണ് കർമ്മയോഗത്തിന്റെ. അപ്പൊ നമ്മുടെ ഭക്തി പുരോഗമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിശ്വാസം ഒരു പ്രധാന ഘടകം. ഇപ്പൊ നമുക്ക് ചില വിശ്വാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മതപരമായിട്ട് നമുക്കറിയാം ലോകത്തിൽ ഇഷ്ടംപോലെ മതങ്ങൾ ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ വിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാം ചിലപ്പം അത് ശരിയായ വിശ്വാസമല്ല, അല്ലെങ്കിൽ ഇത് ശരിയായ വിശ്വാസമല്ല എന്നൊക്കെ നമ്മൾ പറയാം. നമ്മുടേതാണ് ശരിയായ വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയാം. ചിലപ്പോൾ അന്ധവിശ്വാസം, നമ്മൾ പ്രത്യേക നിഷ്ഠയൊന്നുമില്ലാതെ നമ്മൾ പല നമ്മുടേതായ ചില കാര്യങ്ങളൊക്കെ മെനഞ്ഞ് നമ്മൾ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നമ്മൾ അതാണ് നമ്മുടെ വിശ്വാസം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടാം. അങ്ങനെയൊക്കെ പല രീതിയിലും ഈ ഭക്തി
ഈ പരിശീലിക്കുകയും അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൂടെ പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ യഥാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് കൃത്യമായ നിഷ്ഠകളിലൂടെയും അല്ലെങ്കിൽ ചര്യകളിലൂടെയും അതുപോലെ തന്നെ ത്യാഗങ്ങളിലൂടെയൊക്കെ അത് കടന്നു പോകും. നമ്മളെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മള് അത് ദൃഢമായിരിക്കണം. ഭക്തിയിലുള്ള വിശ്വാസം ദൃഢമാകാനായിട്ട് ഒരുപാട് മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. നമ്മള് നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ വരുന്നതിനുമൊക്കെ നമുക്കറിയാം, നമുക്ക് പല രീതിയിൽ മുഖാഭാവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, ഒരിടത്ത് ഇപ്പം നമ്മളൊരു വലിയ ഒരു പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കാനായിട്ട് നമ്മൾ പോവുക. പെട്ടെന്നാണ് അറിയുന്ന അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു, അവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അറിവ് പെട്ടെന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ആ ഒരു അറിവുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പോവില്ല. അല്ല, നമ്മളവിടെ എത്തപ്പെട്ടു. ആ സ്ഥലത്ത് നമ്മൾ എത്തപ്പെട്ടു. പരിപാടി നടക്കുന്നിടത്ത് ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. എന്നാലാണ് പറയുന്നത് അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു അറിവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നമ്മൾ രക്ഷപ്പെടും, ഓടി നമ്മൾ രക്ഷപ്പെടാൻ നോക്കും. അപ്പം നമ്മൾ ഭയം കൊണ്ട് നമ്മൾ ബോംബ് പൊട്ടിത്തെറിക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ആത്മരക്ഷാർത്ഥം നമ്മൾ രക്ഷപ്പെടുക. പക്ഷെ ഒരു ബോംബ് നിർവീര്യമാക്കാൻ ഉള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള ഒരു സ്ക്വാഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരോടി രക്ഷപ്പെടാൻ നോക്കൂ? അവരൊരിക്കലും ഓടി രക്ഷപ്പെടാൻ നോക്കും. അവരിതിനെപ്പറ്റി പ്രത്യേക തരത്തിലുള്ള പരിശീലനങ്ങളും പ്രത്യേക കോഴ്സുകളും ഒക്കെ പാസ്സായി വിദഗ്ധ പരിശീലനമൊക്കെ നേടിയ ആൾക്കാർ. അവര് വന്ന് എന്ത് ചെയ്യും? അവര് വന്ന് അല്ലെ ഡോക്ടറും ഒക്കെ വന്ന് എങ്ങനെയാണെന്നുള്ള രീതിയിൽ വളരെ അവര് പഠിച്ച ആ ഒരു സാങ്കേതികത അനുസരിച്ച് പതിയെ നോക്കി അവര് ആ സ്ഥലത്ത് നിന്ന് അവര് കണ്ടുപിടിച്ചിട്ട് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി അതിനെ നിർവീര്യമാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വളരെ ശാന്തിയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. നല്ല വെപ്രാളത്തോടും പരവേശത്തോടു കൂടിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. വളരെ ഇതായിട്ടാണ്. അപ്പൊ അവരുടെ ആ വിശ്വാസം എങ്ങനെയാണ് വളരെ നമ്മളെല്ലാവരും ഭയന്ന് ഓടുക. ബോംബ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂട്ടം കൂടിയ ആൾക്കാരെല്ലാം ഭയന്നോടും. പക്ഷെ അവർക്ക് ഭയം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസം എങ്ങനെ അത് വളരെ ശാന്തപരമായ രീതിയിൽ എങ്ങനെ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിനകത്ത് മറ്റുള്ളവരെ രക്ഷിക്കാനും അപ്പൊ അവരാ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ഒരുപക്ഷെ ചിലപ്പം ഇതിന്റെ ടൈം പോകുമ്പോ അങ്ങനെ എന്തൊക്കെയാണ് ചിലപ്പോ അവരും സംഭവിക്കാം. പക്ഷെ അവര് വളരെ ശാന്തതയോടുകൂടി അത് കൈകാര്യം ചെയ്ത് നമ്മളെ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ബോംബിനെ അവര് നിർവീര്യമാക്കും. അപ്പം അവരുടെ വിശ്വാസം എങ്ങനെയാണ്? വളരെ ദൃഢമായ ഒരു വിശ്വാസത്തോടു കൂടിയാണ് അതിനെ നിർവീര്യമാക്കാം. അപ്പൊ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു അന്ധമായ വിശ്വാസം അവർക്കുണ്ടോ? അതിനെ എങ്ങനെയെങ്കിലും നിർവീര്യമാക്കാം എന്നുള്ള ദൃഢമായ വിശ്വാസത്തോടു കൂടിയാണ് അവർ എന്നതിനെ നിർവീര്യമാക്കുന്നത്. ആണോ? അല്ലേ? അല്ലെങ്കിൽ അവർ ഓടിപ്പോത്തില്ല. അപ്പം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഇത് സംബന്ധിച്ച് പഠിച്ച ബോംബിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ടൈമിങ്ങിനെ കുറിച്ചും അല്ലെ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ നല്ലപോലെ പഠിച്ച് നല്ല ഒരു വേരൂന്നിയ ദൃഢമായ ഒരു വിശ്വാസമാണ്. അറിവിൽ നല്ല രീതിയിൽ വേരൂന്നിയ ഒരു വിശ്വാസമാണ്. അങ്ങനെയാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് വേണം മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. നമ്മുടെ ഇപ്പം എയ്ഡ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഉണ്ട്, പലർക്കും ഉണ്ട്, നമുക്ക് അറിയാത്തവർക്കും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാൾക്ക് ആ അസുഖം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനോഭാവം എങ്ങനെയായിരിക്കും അവരെ പറ്റിയിട്ട്? അവരുടെ അടുത്ത് പോകാനോ അല്ലെ അവരെ സ്പർശിക്കാനോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പ്രിക്കോഷൻ അല്ലേ? അകന്ന് നിൽക്കാൻ ശ്രമിക്കും അല്ലേ? അവരിൽ നിന്ന് അകന്ന് നമ്മൾ മാറി നിൽക്കാനായിട്ട് നോക്കും. പക്ഷെ ഇത് സംബന്ധിച്ചുള്ള അറിവ് നേടിയ എയ്ഡ്സിനെ കുറിച്ചും അത് നേരിട്ട് നമ്മുടെ
തൊടുന്നതിലൂടെ അല്ലെ അങ്ങനെയോടെ ഒന്നും പകരുന്നില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വിശദമായിട്ട് പഠിച്ച ഒരു അറിവ് നേടിയ ഒരു ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ അകന്ന് മാറിപ്പോകും? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും അകന്ന് മാറിപ്പോകത്തില്ല. ആ ഡോക്ടർ വളരെ തന്മയത്തോടു കൂടി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ദൃഢമായ ആ ഒരു വിശ്വാസത്തോടു കൂടി അവരെ ചികിത്സിക്കും. അപ്പം അപ്പൊ ആത്മവിശ്വാസം, അറിവ്, ഇവയൊക്കെ പരിശീലനം, ഇവയൊക്കെ വളരെ ദൃഢമായി നേടിയ ഒരാളുടെ അവരുടെ ജോലിയെ സംബന്ധിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ സാധാരണ ലെവലിലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി, ഇല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു കൃഷ്ണാബോധവും. നമ്മൾ ശരിക്കും നമ്മുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെയൊക്കെ ആ ഒരു അറിവ് നമ്മൾ കേട്ട് നമ്മള് നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പരമ്പരയിൽ നിന്ന് വരുന്ന ആ അറിവ്, പരമ്പരയായിട്ട് വരുന്ന ആ അറിവ് നമ്മുടെ പ്രഭുപാദരിലൂടെ നമ്മുടെ ഗുരുമാരായാലും ഒക്കെ നമ്മൾ കേട്ടും ശ്രവണത്തിലൂടെയും അതുപോലെ തന്നെ പുസ്തക വായനയിലൂടെ ഒക്കെ നമ്മൾ പഠിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്തിയുത സേവനം നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ മുൻപ് ഒരു കാലയളവിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഭക്തിയെക്കുറിച്ചും നമ്മുടെ നിഷ്ഠയെക്കുറിച്ചും നമ്മുടെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? നമുക്കത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ധാരണയോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ നമുക്ക്? ഇല്ല. ഊഹാപോഹങ്ങളായിരുന്നു. ഇതിങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം, ഭഗവാൻ ഇങ്ങനെയും അർപ്പിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ സംബന്ധിച്ചുള്ള ആ പരമമായ ആ ശ്രേഷ്ഠമായ അറിവ്, ഇതേപോലെ വൈദിക ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അറിവ് എവിടുന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ നേടണം? കൃത്യമായ ഗുരുവിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും വേണം നമുക്ക് നേടാനായിട്ട്. അപ്പം ഇവിടെ മതവും തത്വശാസ്ത്രവും ഒന്നും പരസ്പരം പൂരകങ്ങളാണ്. ഈ രണ്ട് യോഗങ്ങളും തത്വശാസ്ത്രം അല്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും, ചിലപ്പോൾ മതഭ്രാന്തമാവും. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മതഭ്രാന്തിന്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് തന്നെ എത്ര സ്വന്തമായ അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് തന്നെ നമ്മുടെ ഭക്തന്മാരെ എന്തെല്ലാം പ്രതിസന്ധികൾ പല സ്ഥലത്തും നേരിട്ടുണ്ട്. നിരുപദ്രവകാരികളായ നമ്മുടെ ഭക്തന്മാർക്ക് നേരിടേണ്ടി വന്നത് ഇല്ലേ? നമ്മൾ പത്രത്തിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇത് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രമാത്രം ഈ കലിയുഗത്തിൽ അത്രമാത്രം വളരെ മോശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തി വളരെ പരിശുദ്ധമായ ഭക്തിയിലോട്ട് പോയാൽ പോലും തടസ്സങ്ങളാണ് നമ്മൾ ആലോചിച്ചത്. അപ്പൊ നമ്മള് വളരെ കൃത്യമായിട്ട് നമ്മുടെ സാധന വളരെ കൃത്യമായിട്ട് ജപം, അതുപോലെ തന്നെ പ്രഭാതന പുസ്തകങ്ങളുടെ വായന, അതുപോലെ പൂജാതി കാര്യങ്ങള്, ഭാഗവതം വായനയാണേലും ശ്രീമദ് ഭാഗവതം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ആ സത്വഗുണാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അപ്പോഴാണ് നമുക്ക് വളരെയധികം ജീവിതം, നമുക്ക് ഭൗതിക ജീവിതത്തിൽ തന്നെ പോലും നമുക്ക് വളരെ ഒരു ആനന്ദവും വളരെ ശോഭനമായ ഒരു ജീവിതം, ഭക്തിയുത സേവനത്തെ അധിഷ്ഠമായ ജീവിതം നമുക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നിർവ്യാജമായ നിരപേക്ഷത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകർ ഒടുവിൽ കൃഷ്ണാബോധത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ആത്യന്തിക ലക്ഷണം കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കും. ഭഗവത്ഗീതയിലും എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ജീവന് കൃഷ്ണനുമായുള്ള ബന്ധമെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു. എല്ലാ പ്രക്രിയയും തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴി കൃഷ്ണാബോധത്തിൽ എത്തുമ്പോൾ നേർവഴി കൃഷ്ണാബോധം സംബന്ധിച്ച് എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു. നമ്മുടെ വിശ്വാസം എത്രമാത്രം ദൃഢമാകാം ഭഗവാനിൽ, നമ്മൾ 100% ഭഗവാനിൽ നമ്മൾ വിശ്വാസം അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതും ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ നമുക്ക് അറിയാം, പ്രയാഗ്രാജിലൊക്കെ ഈ ഭക്തിയുത സംബന്ധമായിട്ടുള്ള പ്രയാഗ്രാജിലൊക്കെ ഒരുപാട് പേര് പോയി. എന്തിനാണ് പോയത്?
നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പോയി പ്രയാഗ്രാജ്. ഒരുപാട് സന്യാസിമാരും എന്തിനാണ് അവർ പോയത്? കുംഭമേളയിൽ പങ്കെടുക്കാൻ അല്ലേ? ഭക്തിയുടെ വേറൊരു ലെവലാണ് കുംഭമേള. അപ്പൊ അതിൽ പങ്കെടുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഭക്തർ ഇവിടുന്നൊക്കെ പോവുകയുണ്ടായി. പക്ഷേ നമ്മുടെ വിഷ്വൽ മീഡിയകള്, ചാനലുകളാണേലും മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയാണേലും അവരുടെയൊക്കെ ആ ഒരു ഒറ്റ എയിമോട് കൂടിയാണ് അവിടെ കുംഭമേളയിൽ അവരെത്തപ്പെട്ടത്. അവിടെ കുംഭമേള റിപ്പോർട്ട് ചെയ്യുന്നതിനും അവിടെയുള്ള ഭക്തിപരമായ കാര്യങ്ങളും ഉന്നത ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസിമാരും ഋഷിവര്യന്മാരും ഒക്കെ അവിടെ വരുന്നു. അവരുടെയൊക്കെ അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ആത്മീയപരമായ ആ ജ്ഞാനം, അതുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെയാണ് പത്രമാധ്യമങ്ങളൊക്കെ അവിടെ എത്തിയത്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആ ഉദ്ദേശശുദ്ധിയിൽ നിന്നും അവരെല്ലാം വഴിമാറിപ്പോയതായിട്ട് നമുക്ക് കാണാം. പലരും വിഷ്വൽ മീഡിയ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും ഇല്ലേ? അവിടെ വന്ന ഏതോ ഒരു മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി, എന്തോ മോണോലിസയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു കുട്ടിയുടെ പുറകെയായിരുന്നു മിക്കവാറും പത്രമാധ്യമങ്ങൾ. അത് വലിയ വാർത്തയാക്കി കുംഭമേളയെ ഒക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ വളരെ നിസ്സാരവൽക്കരിച്ച് അതിനെ വലിയ പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് അങ്ങനെയുള്ള ഒരു വാർത്തകളാണ് പല മീഡിയകളും ചാനലുകളും ഒക്കെ പല രീതിയിൽ അവര് പ്രസരിപ്പിച്ചുകൊണ്ട്. അപ്പം വഴിവിട്ട് മാറുകയാണ്. ഭക്തിപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് വഴിവിട്ട് മാറി അവര് ഭക്തിയിൽ നിന്ന് വളരെ തികച്ചും ഭൗതികപരമായ കാര്യങ്ങൾ ആ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് അധപ്പതിച്ച് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാലം വരുന്നില്ല. കേൾക്കുന്നില്ല മാതായി? ഹരേ കൃഷ്ണ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു യഥാർത്ഥപരമായ ആ ഒരു സത്വത്തിൽ നിന്ന് വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വഴിവിട്ട് പോകും. അപ്പൊ അതിന് നമുക്ക് അതിനാണ് നമ്മള് ആചാര്യന്മാരുടെയും ഗുരുവിന്റെയും ഒക്കെ ആ ഒരു കാരുണ്യം. അങ്ങനെയുള്ള നമുക്ക് ഭഗവാനിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പം ഭക്തിയിൽ ഇതുപോലെ വരുന്ന ഒരുപാട് പ്രതിസന്ധിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ആ ഇന്ദ്രിയ ശുദ്ധീകരണത്തിലൂടെ, ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ദ്രിയ ശുദ്ധീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ആ ഉദ്ദേശം വളരെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ക്രിയകള് ഭക്തി സേവനം, അതുപോലെ തന്നെ ആചാര്യന്മാരുടെ ഉപദേശങ്ങളാണേലും, അതുപോലെ തന്നെ നമ്മൾ പ്രഭുപാദരുടെ വാണിയായാലും, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം, അതുപോലെ തന്നെ ഭഗവത്ഗീത ഒക്കെ വായിക്കുന്ന വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇത്തരം ചിന്തകളും ഒക്കെ ഒഴിവാക്കി നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭക്തിപൂർവമായ സേവനത്തിന്റെ നേരിട്ടുള്ള ആ മാർഗം പ്രയാസരഹിതവും അത് ശ്രേഷ്ഠവുമാക്കി നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ആ കെണികളിലും ഒക്കെ നമ്മൾ പെടാം. നമുക്ക് ഹരിദാസ് ഠാക്കൂറിന്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന ഒരു വേശ്യാസ്ത്രീയുടെ കഥ എന്ന് പറഞ്ഞ പോലെ ഇതേപോലെയുള്ള പല പ്രതിസന്ധികളും നമുക്ക് ഭക്തിയുതമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനിടയ്ക്ക് നമുക്ക് പലർക്കും അനുഭവങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്തിയുത സേവനം നമ്മൾ ചെയ്യുക. അറിവ്, സാങ്കേതികപരമായ അറിവുകളൊക്കെ നമുക്ക് പലർക്കും ഉണ്ടായിരിക്കാം. ഒരാൾ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആയിരിക്കാം. അങ്ങനെയുള്ള പലവിധ അറിവുകളും ഒക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ ആ അറിവുകളെല്ലാം നമ്മൾ പ്രയോഗിക്കേണ്ടത് നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ആ ഭക്തിയുത സേവനത്തിൽ അത് ഏർപ്പെടുത്തുമ്പോഴാണ് ആ അറിവെല്ലാം സംശുദ്ധവും പരിപൂർണവുമാകുന്നത്. മോക്ഷപ്രാപ്തിയിലേക്ക് പോലും നമുക്ക് എത്താൻ അത് നമുക്ക് പണ്ട് നമ്മുടെ
ഒരു ഇതുപോലെ സാങ്കേതിക ചിലപ്പോ 360 അതേപോലെ തന്നെ ഒരുപാട് ഉന്നത പഠിച്ച ഒരു ആരോ മൈക്ക് ഓണാക്കി ഇട്ടുണ്ട്. ഹലോ, സൗണ്ട് വരുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പം ഉന്നതമായ സാങ്കേതിക വിദ്യയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു നദി നീന്തി വള്ളത്തിൽ അക്കരയ്ക്ക് പോവുമായിരുന്നു. ഗംഗാ നദിയുടെ കൂടെ അക്കരയ്ക്ക്, അന്നൊക്കെ നദിയിലൂടെ വലിയ വള്ളത്തേലൊക്കെയാണ് അക്കരയ്ക്ക് പോകുന്നത്. അങ്ങനെ പോയി കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വളരെയധികം ശാസ്ത്രവും സാങ്കേതികപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വള്ളം ഊന്നുന്ന ആ ഊന്നക്കാരനോട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേന്മകളും മെച്ചങ്ങളും നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ, നക്ഷത്രങ്ങളെ കുറിച്ചും സ്പേസിനെ കുറിച്ചും അതുപോലെ തന്നെ ഗ്രഹങ്ങളെ കുറിച്ചും അത് വിക്ഷേപിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഉപഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വാചാലനായിട്ട് അദ്ദേഹം ഊന്നൽക്കാരനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും യാതൊരുവിധ ജ്ഞാനവും ആ ഊന്നൽക്കാരന് ഇല്ലായിരുന്നു. ഓരോ ചോദ്യങ്ങളും വളരെ എന്താണ് പറയുന്നത്, വളരെ ആസ്വദിച്ച് അറിയാൻ മേലാത്ത ഒരാൾക്ക് യാതൊരുവിധ ജ്ഞാനവും ഇല്ലാത്ത ഒരാളോട് വളരെയധികം ശാസ്ത്രവും അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഹങ്കാരത്തോടു കൂടി, അറിയാൻ മേലാത്ത ഒരാളാണല്ലോ ചോദിക്കുന്നത്, അപ്പൊ അദ്ദേഹം ഇന്ന് യാതൊരുവിധ മറുപടിയും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ പല പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തോട് അപ്പം ഈ ഊന്നക്കാരൻ പറഞ്ഞു, യമാനെ എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഞാന് ഇവിടെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് വിദ്യാഭ്യാസം ഒക്കെ നേടി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കാരണം അതൊക്കെ നിർത്തി. പിന്നെ എൻ്റെ അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരുന്ന ഈ വള്ളം ഊന്നുന്ന ഒരു ജോലിയായിരുന്നു ഞാൻ പിന്നീട് ചെയ്തു വന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉപരിയായ കാര്യങ്ങൾ, അങ്ങ് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിവുള്ളതല്ല. എനിക്ക് അതേക്കുറിച്ച് യാതൊരുവിധ പരിജ്ഞാനവും ഇല്ലാത്ത ആണെന്ന് പറഞ്ഞാൽ കേൾക്കാം എന്നല്ലാതെ എനിക്ക് അതേപ്പറ്റി യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചോദിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക വിദ്യയൊക്കെ പഠിച്ച വിദ്യാർത്ഥിക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു പുച്ഛവും ചിരിച്ചുകൊണ്ട് വീണ്ടും പല പല ചോദ്യങ്ങളും ഒക്കെ അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഇങ്ങനെ അങ്ങനെ അക്കരയ്ക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്നായിരുന്നു കാലാവസ്ഥയൊക്കെ പതിയെ അങ്ങ് മാറാൻ തുടങ്ങി. അങ്ങനെ മാറാൻ തുടങ്ങി. ചെറിയ ആകാശത്ത് കാർമേഘങ്ങളൊക്കെ ക്രമേണ ഉരുണ്ട് അങ്ങനെ കൂടി നല്ല ഒരു മഴയ്ക്ക് സാധ്യത ആയി വന്നു. ക്രമേണ ആ മഴ ശക്തി പ്രാപിച്ച് വളരെ കാറ്റും, വളരെയധികം ശക്തമായ രീതിയിലുള്ള കാറ്റ് ഒക്കെ ആകാൻ തുടങ്ങി. അപ്പം വേഗം അക്കരയ്ക്ക് പോകണമെന്ന് ഇദ്ദേഹം ഈ ഊന്നൽക്കാരനോട് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ചോദ്യമൊക്കെ നിർത്തി, മഴയുടെ ഈ ശക്തിയും കാറ്റിന്റെ ശക്തിയൊക്കെ. അപ്പം ഊന്നക്കാരൻ തിരിച്ച് ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചു, അങ്ങന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു, ഇനി ഞാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അങ്ങക്ക് നീന്തൽ അറിയാമോ? അവൻ പറഞ്ഞു, നീന്തൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ ഊന്നൽക്കാരൻ പറഞ്ഞു, അപ്പൊ അങ്ങ് പഠിച്ച ഈ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും അതുപോലുള്ള ആ വിശിഷ്ടമായ അറിവുകളെല്ലാം പാഴായി പോകാൻ പോകും എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, അതെങ്ങനെ പാഴാകുമെന്ന് ചോദിച്ചു. കാരണം ഈ വള്ളം ഈ കൊടുങ്കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റത്ത് ഇപ്പം വള്ളം മറിയും, വള്ളം മുങ്ങും, നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ വീഴും. നീന്തൽ അറിയാവുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയും നീന്തി മറുകരയെത്തി ഞാൻ രക്ഷപ്പെടും. അപ്പൊ അങ്ങ് ഈ നീന്തൽ അറിയാൻ മേല അങ്ങയുടെ അറിവെല്ലാം ഈ വെള്ളത്തിൽ താഴ്ന്ന് വെള്ളം കുടിച്ച് മരണത്തിന് വംശരാകുന്നു. അപ്പൊ ഇങ്ങനെയാണ് അറിവ്. ആ അറിവിന്റെ അഹങ്കാരവും നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഭക്തരാണെങ്കിൽ
വളരെ വിനയവും മറ്റുള്ളവരോട് ആത്മാർത്ഥതയും വളരെ സംശുദ്ധപരമായും ഒക്കെ നമ്മൾ ഇടപെടണം. നമ്മൾ വളരെ നല്ല ഒരു മാതൃക നമ്മൾ കാണിക്കണം. ആ രീതി വേണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ നമ്മള് ഉന്നതമായ വിദ്യാഭ്യാസവും ഉന്നതമായ അറിവും ഒക്കെ നേടിയിട്ട് സാധാരണക്കാരെ നോക്കി അവരോട് വളരെ ഓരോ തൊഴിലിനും അതിൻ്റെതായ ആ ഒരു സംശുദ്ധിയും കാര്യങ്ങളുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും ആ കർമ്മം ചെയ്യാനായിട്ട് തനതായിട്ടുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. അല്ലാതെ ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങൾക്ക് മാത്രം ഒരിക്കലും വലിയ ശ്രേഷ്ഠതയൊന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള കർമ്മമാണ്? ഭഗവാന്റെ 100% ഭക്തിയിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന കർമ്മത്തിന് മാത്രമാണ് ആ ഉന്നതിയും ആ ശ്രേഷ്ഠതയും ഉള്ളത്. അപ്പം നമ്മുടെ അറിവ് നമ്മളൊരു അഹങ്കാരമാക്കാതെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഭക്തിയിൽ അധിഷ്ഠിതമായ സേവനം ചെയ്ത് എല്ലാവരും ആ ഭക്തിയുത സേവനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിൽ പരമമായ അറിവ് ഗുരുവിൽ നിന്നും ഒരു പരമ്പരയിൽ നിന്നും ഒക്കെ നേടി അറിവിനെ നമ്മൾ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു, വളരെ നന്ദി. പ്രഭുവിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മുടെ കൂടെ. വളരെ നന്ദിയുണ്ട് പ്രഭുജി. സ്വാഗതം ചെയ്യുന്നു പ്രഭു. ഇന്ന് മുതൽ ഒരു തുടക്കമാവട്ടെ. പ്രഭുവിന്റെ 1000 ക്ലാസ്സുകൾ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം ഭാവം തരട്ടെ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മള് ഭഗവാന്റെ നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യവും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഭഗവാൻ എനിക്ക് തന്നത്. വളരെയധികം നന്ദി പ്രഭു. നമ്മൾ ഇവിടെ അടുത്ത ദിവസം നമ്മൾ കോട്ടയത്ത് നിന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഭക്തി വൈഭവം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് ഉടനെ ക്ലാസ് തുടങ്ങും. അപ്പം അവിടെ നിന്നുള്ള ഭക്തന്മാർക്കും ഡിവോട്ടീസിനും ഒക്കെ നമുക്കും നമ്മുടെ സത്സംഗത്തിലും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനും സന്തോഷം. സന്തോഷം പ്രഭു, സന്തോഷം, വളരെ സന്തോഷം പ്രഭു. നിങ്ങൾ പുതിയ ക്ലാസ് തുടങ്ങുന്നത് വരെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ വേണമെങ്കിൽ കയറാം പ്രഭുജി. രാവിലെ ഭാഗവതം 8 മണി മുതൽ 9 മണി വരെയും, വൈകുന്നേരം ചൈതന്യ ചരിതാമൃതം 5 മുതൽ 6 മണി വരെയും, രാത്രി 7 മുതൽ 8 മണി വരെ ഭഗവത്ഗീതയുമാണ് ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ കൃപയാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നത് പ്രഭുവിനെ പോലെ വ്യത്യസ്ത ഡിവോട്ടീസ് മാറി മാറിയാണ് ക്ലാസ് എടുക്കുന്നത്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകളെല്ലാം നമ്മളൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ് ടു ഡേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ പ്രഭുവിനും ദയവായി നമ്മുടെ ഈ സത്സംഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ ചെയ്യാം പ്രഭു. അല്ല പ്രഭു തുടങ്ങുന്നത് വരെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം വേണമെങ്കിലും ഉപയോഗിക്കാം പ്രഭു, പ്രീച്ചിങ്ങിന് വേണ്ടി. ആയിക്കോട്ടെ പ്രഭു, വളരെ സന്തോഷം. നന്ദി പ്രഭുജി. പ്രഭു, ഞാൻ അറിഞ്ഞത് അനൗൺസ്മെന്റ് ആണ്. പ്രഭു, നമുക്ക് ശരിക്കും 5-ാം തീയതി മറ്റന്നാള് നമുക്ക് ഇവിടെ ജഗന്നാഥ രഥോത്സവം തിരുവനന്തപുരത്ത് നടത്തുന്ന കാര്യമാണ് ഞാൻ പ്രഭുവിനോട് സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പ്രഭു കോയമ്പത്തൂർ രഥയാത്രയിൽ പോകുന്നതാണ് അല്ലേ? ഞങ്ങൾ ഒരു 2 വർഷമായി കോയമ്പത്തൂർ പോയിട്ട്. ഓഹോ, അത് പിന്നെ വേറൊരു ഡ്യൂട്ടി സംസാരിച്ചപ്പോ അറിഞ്ഞത്. ശരി പ്രഭുജി, നോ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം തിരുവനന്തപുരം യാത്രയ്ക്ക് വന്നാലും പ്രഭുജി 1 വർഷം മുമ്പേ ഞാൻ ക്ഷണിക്കുന്നു. വന്നാലും പ്രഭുജി. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളെ മറ്റന്നാള് തിരുവനന്തപുരത്ത് PMG ഹനുമാൻ ക്ഷേത്രം മുതൽ ഈസ്റ്റ് ഫോർട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ശ്രീ ജഗന്നാഥ രഥോത്സവം എന്നുള്ളൊരു മഹോത്സവം ഭഗവാന്റെ കൃപയാൽ കഴിഞ്ഞ 10-20 വർഷത്തോളം ഭക്തന്മാർ നടത്തി വരുന്നു. അപ്പൊ അത് ഈ വർഷം മറ്റന്നാളാണ് നടക്കുന്നത്. ശനിയാഴ്ച ജൂലൈ 2025 5-ാം തീയതി ശനിയാഴ്ച മറ്റന്നാളാണ് നടക്കുന്നത്. അത് കൃത്യം 4 മണിക്ക് നടക്കുന്ന ഈ പ്രസ്തുത മഹോത്സവത്തിൽ രഥം വലിക്കുവാനും ജഗന്നാഥനെ കാണുവാനും ഒക്കെ കഴിയുന്നത് മഹാഭാഗ്യമാണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പ്രസ്തുത ജഗന്നാഥ രഥോത്സവത്തിന് വേദിയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. താങ്ക് യു പ്രഭുജി, താങ്ക് യു, വളരെ നന്ദി. ധന്യവാദ് പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. നന്ദി.
ഹരേ കൃഷ്ണ. ജാനുമാതാജി ദയവായി ക്ലോസ് ചെയ്താൽ, ജാനുമാതാജി ക്ലോസ് ചെയ്താൽ. ഹരേ കൃഷ്ണ. ഹരേ